കോട്ട പിളരുന്നോ എന്നതാണ് ചോദ്യം. കോട്ട പിളരുന്നില്ല എന്നുള്ളതാണ്. ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നുള്ളതാണ്. ആ ശബ്ദങ്ങളെയൊക്കെ വളരെ പെട്ടെന്ന് പാർട്ടി പരിഹരിക്കുമെന്നുള്ളത്. ഇതിനേക്കാൾ വലിയ ശബ്ദങ്ങൾ കണ്ണൂർ കേട്ടിട്ടുണ്ട്. MV രാഘവൻ എന്ന് പറയുന്ന ഒരു വൻമരം ഇറങ്ങിപ്പോയ പാർട്ടിയാണ്. ആ പാർട്ടി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നത് കണ്ടിട്ടുണ്ട്. KR ഗൗരിയമ്മ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ നിരവധി ആളുകൾ പാർട്ടി വിട്ടു പോകാറുണ്ട്. പാർട്ടി വിട്ടു പോയവരിൽ ചിലരെങ്കിലും ഗൗരിയമ്മയെ പോലെയുള്ളവർ പിന്നീട് തിരികെ വരികയും ചെയ്തിട്ടുണ്ട്. ചരിത്രമുണ്ട്, സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തുടർച്ചയായിട്ടുണ്ടാവുന്ന ഈ ശബ്ദം, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. കാരണം എന്തുകൊണ്ടാണ് TK ഗോവിന്ദനെ പോലെ 6 പതിറ്റാണ്ട് രാഷ്ട്രീയ പരിചയമുള്ള, പാർട്ടിയുടെ എല്ലാ ക്ലാസ്സുകളിലും പാർട്ടിയുടെ എല്ലാവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും പങ്കാളിയായൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിലോമ ശക്തികളെ ശക്തി കൊടുക്കും വിധത്തിലുള്ള പ്രസ്താവനയുമായി ഇറങ്ങുന്നതും ഒപ്പം വർഗ്ഗശത്രുക്കളെന്ന് ഒരു കാലത്ത് വിശേഷിച്ചിട്ടുള്ള പിന്തുണ വാങ്ങി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതും? ഇത് തന്നെയാണ് G സുധാകരൻ്റെ കാര്യത്തിലുമുള്ളത്. കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ചുകൂടി വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അവിടെ പാർലമെൻ്ററി വ്യാമോഹമല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണനെ തുണച്ചിരിക്കുന്നത്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി യുകയാണ്. ഞാൻ 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അടിമുടി നിറഞ്ഞു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തത്, ഈ തളിപ്പറമ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതിൽ തുടങ്ങാം. തളിപ്പറമ്പിൽ എന്താ സംഭവിച്ചത്? ആരാണ് TK ഗോവിന്ദൻ? TK ഗോവിന്ദന് പാർട്ടി പദവികളൊന്നും നൽകിയിട്ടില്ലേ? നേരത്തെ സ്മൃതി അത് വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ ഒരിക്കൽ കൂടി പറയാം. TK ഗോവിന്ദന് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ പാർട്ടി നൽകിയ പദവികൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ്? പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായിട്ട് TK ഗോവിന്ദനെയാണ് പരിഗണിച്ചത്. തീർന്നില്ല, ക്ലേസ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പദവിയല്ല. ഇത് AC-യിൽ ഇരുന്ന് വളരെ കൃത്യമായി ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്ന ചെയർമാൻഷിപ്പുകൾ 3 എണ്ണമാണ്. 1 പരിയാരം മെഡിക്കൽ കോളേജ്, 2 ക്ലേസ് ആൻഡ് സിറാമിക്സ് ചെയർമാൻ, 3 ഹാൻവീവിൻ്റെ ചെയർമാൻ. ഇതൊക്കെ പാർട്ടിയാണല്ലോ കൊടുക്കുന്നത്. പാർട്ടി കൊടുക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ട, ഈ ചെയർമാൻ സ്ഥാനത്തേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് കർഷകർക്കൊപ്പമുള്ള അവിടുത്തെ സാധാരണ പൊരുവയിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ്, ഞാൻ പോയി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ആ സമയത്ത് ഹാൻവീവിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും ക്ലേസ് ആൻഡ് സിറാമിക്സിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനമാണെങ്കിലും എല്ലാം ഏറ്റെടുത്തതല്ലേ ഇദ്ദേഹം? തീർന്നില്ലല്ലോ, കേരള വികസന ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെയൊക്കെ ഭാരവാഹിത്വത്തിൽ അതിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ TK രമണി, ഇത് വലിയ തമാശ എന്തെന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷിനെ വിമർശിച്ചുകൊണ്ട് പറയാണ്, ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് PK ശ്യാമളയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് വാദിച്ചു എന്ന് പറയുന്ന ഇതേ TK ഗോവിന്ദൻ്റെ ഭാര്യ 2 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. അതിലൊന്ന് ഇതേ മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടല്ലോ. തൊട്ടാണെങ്കിലും പാർട്ടിയല്ലേ. നോക്കൂ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇരിക്കൂരിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിട്ടില്ലേ TK രമണി? അത് സ്വന്തം ഭാര്യ തന്നെയല്ലേ? അപ്പോൾ എന്താണ്? അപ്പം ഭർത്താവ് ഇരിക്കുമ്പോൾ എന്താ ഭാര്യ രാഷ്ട്രീയത്തിൽ വരണ്ട എന്ന നിലപാടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുക? ഭർത്താവ് രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ ഭാര്യ രാഷ്ട്രീയത്തിൽ വരരുത് എന്നൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? നമുക്കറിയാമല്ലോ വൃന്ദ കാരാട്ടിനെ കുറിച്ചാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പറയുക? വൃന്ദ കാരാട്ടിന് ക്ഷമിക്കണം, നമ്മൾ വൃന്ദ കാരാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്, പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ ആയതുകൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗമായി എന്ന് പറയാൻ കഴിയുമോ? ജഹാംഗീറിൽ ബുൾഡോസർ രാജിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്ന വൃന്ദ കാരാട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗോഡ് ഫാദറിന്റെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നതെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കൂ. വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറയുന്നത് 3 ടേമിന് പിന്നാലെ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഗ്യാപ്പ് എടുക്കണം. ഭാര്യ ഭർത്താവും 2 വ്യക്തികളല്ലേ പാർട്ടിയെ സംബന്ധിച്ച്? അല്ല, അങ്ങനെയല്ല. ഞാൻ 3 ടേം കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ഭാര്യയെ നിർദ്ദേശിക്കുന്നത് ആരാണ്? അത് കുടുംബാധിപത്യം എന്നുള്ളത് പാർലമെന്റിൽ അതാണ് സ്മൃതി. കാര്യങ്ങൾ പറഞ്ഞല്ലോ. 7 പേർ എതിർത്തു, 3 പേർ പിന്തുണച്ചു. രാഷ്ട്രീയവും തമ്മിലുള്ള 7 പേർ എതിർത്ത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഒന്നും അത് പാസ്സായി പോകത്തില്ല. ഞാനത് വിശ്വസിക്കുന്നില്ല. ഭൂരിപക്ഷം ഒരു ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഭൂരിപക്ഷം എതിർത്തൊരു കാര്യത്തെ മുകളിലേക്ക് കൊടുക്കാൻ കഴിയില്ല. അതാണ് പാർട്ടിയുടെ സംഘടനാ രീതി. അത് അദ്ദേഹം കൃത്യമായി മാറ്റി പറയുന്നതാണ് എൻ്റെ വിശ്വാസം. അതിന് തെളിവും ഒരു പക്ഷേ പാർട്ടിയുടെ ഘടകത്തിലുണ്ടാവും. എങ്ങനെയാണ് ഭൂരിപക്ഷത്തെ നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുക? മുകളിൽ നല്ല നിർദ്ദേശം വന്നിരിക്കുന്നത്. എതിർപ്പുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഭൂരിപക്ഷ എതിർപ്പ് അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, TK ഗോവിന്ദനെ പാർട്ടി ഈ തളിപ്പറമ്പിലെ MLA ആയിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ വേണ്ടി ഒരു നേതാവും പിന്തുണച്ചിട്ടില്ല.
ഒരു നേതാവും ലോക്കൽ കമ്മിറ്റിയിലാവട്ടെ മുകൾ തട്ട് വരെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരെടുത്താൽ ടി കെ ഗോവിന്ദനെ പിന്തുണച്ചതായിട്ട് ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ തളിപ്പറമ്പിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അവിടെ എന്താ പ്രശ്നം? ഭർത്താവ് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് MLA സാർ. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ബിന്ദു ടീച്ചറിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് റദ്ദ് ചെയ്യുന്നത്. ബിന്ദു ടീച്ചർ തൃശ്ശൂരിലെ മേയർ ആയിരുന്നു എന്നുള്ളത് അങ്ങ് മറന്നു കളയും. AWDയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളത് മറന്നു കളയും. അവരുടെ SFI DYFI പ്രവർത്തനങ്ങളെല്ലാം മറന്നു കളയും. ആരാ PK ശ്യാമള ഈ ഗോവിന്ദ മാഷിന്റെ കൂടെ കൂടിയതിനു ശേഷമാണോ ഈ PK ശ്യാമള രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത്? സർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം DYFIയുടെ സെക്രട്ടറി ആയിട്ട് മാറുകയും ജില്ലാ ചുമതലയിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് തളിപ്പറമ്പിലും പിന്നീട് ആന്തൂരിലും അധ്യക്ഷയായിട്ടുണ്ട്, നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. രണ്ടിടങ്ങളിലായിട്ടുണ്ട് അല്ലേ? ഇല്ലാത്തൊരു തർക്കത്തെ കുറിച്ചാണ് എനിക്കുണ്ട്. ഇന്ന് ടി കെ ഗോവിന്ദൻ വിസ്മരിക്കാൻ ശ്രമിച്ചത് PK ശ്യാമളയുടെ ഈ ചരിത്രമാണ്. 1978 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവർ SFIയിലേക്ക് വരുന്നത് ഭാവിയിൽ ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിക്കുന്നത് കണ്ടിട്ടാണോ? അതിനുശേഷം 1981-82 മട്ടന്നൂർ NSS കോളേജിൽ യൂണിയൻ വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ഭാവിയിൽ MV ഗോവിന്ദ മാഷിനെ കല്യാണം കഴിച്ച് തളിപ്പറമ്പിലെയും ആന്തൂരിലെയും ഒക്കെ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരാമെന്നും പിന്നീട് MLA ആയിട്ട് മത്സരിക്കാമെന്നും കരുതിയിട്ടാണോ? ടി കെ ഗോവിന്ദൻ ഈ ചരിത്രം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ എപ്പോഴും ഭർത്താവിൻ്റെ പിന്നിൽ കെട്ടിയിടുക. നമ്മൾ സാധാരണ പറയും ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ്റെ ഭാര്യ എന്ന് പറയില്ലല്ലോ ആരും. അമിതാഭ് ബച്ചൻ്റെ മരുമകൾ എന്ന് പറയില്ലല്ലോ. ഐശ്വര്യയുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷേ CPMൽ വരുമ്പോഴോ ഒരു പാർട്ടി രാഷ്ട്രീയത്തിൽ വരുമ്പോഴോ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് പുരുഷന്റെ അസ്തിത്വം പറയും. എന്നിട്ട് നമ്മൾ പറയും സ്ത്രീക്ക് പ്രാതിനിധ്യം കുറവാണേ. CPMൽ ഒരു സ്ത്രീ സാന്നിധ്യം അവിടെയുണ്ട്. എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിലാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ഘടകത്തിലാണ് എതിർപ്പ് അറിയിക്കുന്നത്. ഒരിക്കലും ഭൂരിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ മേൽഘടകം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വിയോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദൻ ഈ വിമർശനങ്ങൾ ഉയർത്തിയതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ്റെ ഈ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ അർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്. 2, ഗോവിന്ദ മാഷിനെതിരെ ഹാപ്പിനെസ് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ആരാ പറഞ്ഞത് അതിനകത്ത് അഴിമതിയുണ്ടെന്ന്? ഏതെങ്കിലും ഒരു രേഖ പുറത്തുവിടാൻ പറ്റുമോ? കണക്ക് ഏതെങ്കിലും ഒന്ന്? ഒടുവിലിത് ആ കണക്കിനെ കുറിച്ച് സ്പോൺസർഷിപ്പാണോ എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഒരു കണക്ക് എന്ന് കേൾക്കുന്നു. കേട്ട കാര്യം പറയുകയല്ല. ഒരു പാർട്ടി സെക്രട്ടറിക്ക് രേഖകളില്ല. ഓഡിറ്റ് നടത്താൻ പാർട്ടിക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു പരിപാടി ഇത്തരം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്ന സമയത്ത് കണക്കുകളില്ലാതെ അഴിമതി നടത്തി എന്ന് പറയാൻ കഴിയുക? കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പാർട്ടി നടത്തിയ പരിപാടിയാണോ? അത് ആ പാർട്ടിയുടെ MLA അവിടെ നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്പോൺസർഷിപ്പുകൾ വരുന്ന ഘട്ടത്തിലാണ് പല പരിപാടികളും നടത്തുന്നത്. ഇതേ കാര്യമാണ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തൊരു തമാശ എന്താണെന്നറിയുമോ? ഇതേ കുഞ്ഞികൃഷ്ണനും മധുസൂദനന്റെ കണക്കുകൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടു, പക്ഷെ കുഞ്ഞികൃഷ്ണന് ബോധ്യപ്പെട്ടില്ല. കുഞ്ഞികൃഷ്ണന്റെ കാര്യം കൂടി. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് മധുസൂദനന്റെ കണക്ക് ബോധ്യപ്പെട്ടില്ല. പാർട്ടിക്ക് അത് ബോധ്യപ്പെട്ടു. പാർട്ടി ബോധ്യപ്പെട്ട എല്ലാ തട്ടിലും അത് ചർച്ച ചെയ്തു. അതിന്റെ ഭാഗമായിട്ടുണ്ടായ നടപടിയും അവിടെ ഉണ്ടായി. എന്താണ്? കൃത്യസമയത്ത് അത് കൊടുക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ട് കൊടുക്കാൻ സാധിച്ചില്ല എന്ന് പിന്നീട് വിശദീകരിച്ചെങ്കിലും പിന്നീടൊരു നടപടി അവിടെ ഉണ്ടായി. ആ നടപടിക്ക് ശേഷം അതിനെ അംഗീകരിച്ചയാളാണ് കുഞ്ഞികൃഷ്ണൻ. അതിനുശേഷം പിന്നീട് പുറത്തു വരുന്നത് എന്താ? അതാണ് മധുസൂദനുമായിട്ടുള്ള വ്യക്തിപരമായ ഈഗോ കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ടി കെ ഗോവിന്ദന്റെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആരുടെ പിന്തുണയാണ് കിട്ടുന്നത്? വലതുപക്ഷത്തിന്റെ പിന്തുണയാണ്. എങ്ങനെയാണ് ഈ വലതുപക്ഷത്തെ കുഞ്ഞികൃഷ്ണന് പിന്തുണയ്ക്കാൻ പറ്റുക? കുഞ്ഞികൃഷ്ണനെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? പ്രതിലോമ ശക്തികളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞവരുടെ പിന്തുണ സ്വീകരിക്കാൻ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്ക് പറ്റുക? ഇതേ കാര്യം തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. 7 തവണ MLA ആയതിനു ശേഷം പിന്നീട് വീണ്ടും മത്സരിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമല്ലേ അവിടെ? അതല്ലെങ്കിൽ പിന്നീട് എന്തിനാണ് കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നത്? സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തിന്റെ കാര്യത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും G. സുധാകരൻ അതിന് മറുപടി പറയേണ്ടി വരില്ലേ? അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുമായി ഒരണുപോലും യോജിക്കാത്ത പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയമായി വിശദീകരിക്കാനുള്ള ബാധ്യതയില്ലേ? അത് ഗോവിന്ദ മാഷിന് മാത്രം, അത് ടി കെ ഗോവിന്ദന് മാത്രമല്ല ഉള്ളത്. അത് കുഞ്ഞികൃഷ്ണനുണ്ട്, അത് G. സുധാകരനുണ്ട് എന്നുള്ളതാണ് എന്റെ പക്ഷം. രണ്ടാമത്തെ കാര്യം തീർന്നില്ല. ഒരു കാര്യം കൂടി സമയം തരാം, എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇവരെല്ലാം ഉത്തമരായ കമ്മ്യൂണിസ്റ്റ് ആയപ്പോ കോൺഗ്രസിന് G. സുധാകരൻ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, കുഞ്ഞികൃഷ്ണൻ ഉത്തമനും മഹാനുമായ കമ്മ്യൂണിസ്റ്റ്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റ്.
അതിനുശേഷം ഇപ്പോൾ ടി.കെ. ഗോവിന്ദനെ കുറിച്ച് ഏറ്റവും 6 പതിറ്റാണ്ടിൻ്റെ കാലത്തിൻ്റെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. ഒരു കമ്മ്യൂണിസ്റ്റ് CPM-ലെ ഒരു പ്രവർത്തകനോ ഒരു നേതാവോ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു കോൺഗ്രസ്സുകാരന് ബോധ്യപ്പെടാൻ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിലേക്ക് പറയണം, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേരണം. ഒന്നുകിൽ കാലൻ വന്ന് വിളിക്കുന്നു എന്ന് പറയുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, ആ സമയത്ത് ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആവും, ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വിളിക്കണം. ആ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതാ. എത്ര മുദ്രാവാക്യങ്ങൾ കേട്ടതാ. ഈ ഗൗരിയമ്മയെ ആദ്യം വിളിച്ച വാക്കെന്താ? എന്തായിരുന്നു ആദ്യത്തെ മുദ്രാവാക്യം? ഗൗരി ചോത്തി പെണ്ണല്ലേ, പുല്ല് പറിക്കാൻ പൊക്കൂടെ എന്ന് വിളിച്ചത് ആരാ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതേ ഗൗരിയമ്മയെ പാർട്ടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ പറയുന്നു പോരാളിയായ ഗൗരിയമ്മ എന്ന് പറയുന്നു. AKGയെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് കാലൻ വന്ന് വിളിച്ചിട്ടും ഗോപാലൻ എന്താ പോവാത്തി എന്ന് ചോദിക്കുന്ന പാർട്ടി AKGയുടെ മരണശേഷം കേരളം കണ്ട ഏറ്റവും മികച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് മുദ്ര ചാർത്തി കൊടുക്കുക. ഇത് തന്നെയല്ലേ VS-ന്റെ കാര്യത്തിലും അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിലെ നേതാക്കളെ അധിക്ഷേപിക്കുകയും അതിനുശേഷം പിന്നീട് ഒന്നുകിൽ കാലയവനികയ്ക്കുള്ളിൽ മറയുമ്പോൾ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വരുമ്പോൾ. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അതല്ലാതെയും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച്. ഒന്നാമത്തെ കാര്യം അങ്ങ് ഇപ്പോഴത്തെ സമയത്ത് വലതുപക്ഷം എന്ന് കോൺഗ്രസിനെ വിളിക്കുമ്പോൾ യഥാർത്ഥ വലതുപക്ഷം അവിടെ ചിരിക്കുന്നില്ല. വലതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. കണക്ക് പറഞ്ഞു തീർന്നോട്ടെ. എന്നിട്ട് സ്വന്തം പാർട്ടിയിലെ കണക്ക് ബോധ്യപ്പെടാതെ മധുസൂദനെതിരെ മത്സരിക്കുന്ന കുഞ്ഞികൃഷ്ണേട്ടൻ ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കുന്നു. ആ കോൺഗ്രസ് വയനാട്ടിൽ പിരിച്ച പണം എത്രയാണെന്നോ അതിന്റെ ആപ്പ് എത്രയാണെന്നോ നമ്മൾ ഒരു പ്രദേശത്തെ ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് പാർട്ടി മറുപടി പറയാത്തപ്പോൾ അങ്ങ് കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മധുസൂദനൻ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച കണക്കിൽ ബോധ്യപ്പെടാത്ത കുഞ്ഞികൃഷ്ണൻ പോയി ചേർന്നിരിക്കുന്നത് 100 വീടുകൾ വെച്ചു കൊടുക്കുമെന്നതിന്റെ പേരിൽ പൊതുപണം പിരിച്ച് അവിടെ ഒരു വീട് പോലും തറക്കല്ല് പോലും ഇടാതെ അടിസ്ഥാനമായിട്ട് അവിടുത്തെ അടിസ്ഥാനം പോലും ഏത് വീടിന് തറക്കല്ലിട്ടു? അവിടെ ഒരു ശിലാപലക കൊണ്ടുവച്ചു. ഇപ്പോൾ ആ ശിലാപലകവും കാണാനില്ല ആ സ്ഥലത്ത്. അവിടെ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ ആ ആപ്പ് നിർമ്മിക്കുന്നു പറഞ്ഞാൽ ആപ്പും കാണാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആ പാർട്ടിയുടെ പിന്തുണയാണ് സ്വീകരിക്കുന്നത്. അതിൽ വൈരുദ്ധ്യമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് തന്നെയാണ് ഇവിടുത്തെയും കാര്യത്തിൽ പറഞ്ഞ കാര്യത്തിലാണ് അങ്ങ് പറഞ്ഞല്ലോ, എല്ലാത്തിനും മറുപടി പറഞ്ഞല്ലോ. എവിടെ മറുപടി പറഞ്ഞു? ഇവിടെ മനു തോമസും ഈ 2 വർഷത്തിനിടയ്ക്കാണ് പാർട്ടിയിൽ നിന്ന് പോയത്. മനു തോമസും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോയതാണ്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച സാമ്പത്തിക തട്ടിപ്പിന് എവിടെ മറുപടി പറഞ്ഞതാണ് പറയുന്നത്? കണക്ക് പറയുമെന്ന് പറഞ്ഞു. ആ കണക്ക് ആരാണ് കണ്ടിട്ടില്ല? ഇതുവരെ ആരും കണ്ടിട്ടില്ല. രക്തസാക്ഷി ഫണ്ടിൽ നിന്നും ബിൽഡിംഗ് ഫണ്ടിലേക്ക് വകമാറ്റി 35 ലക്ഷം രൂപ തിരികെ അതേ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങ് കേട്ടിട്ടുണ്ടോ മറുപടി? കുടുംബയോഗങ്ങളിൽ വിശദീകരിക്കുമെന്നാണെന്ന് പറഞ്ഞത്. ഏത് കുടുംബയോഗത്തിലാണ് വിശദീകരിച്ചത്? കുടുംബയോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ ആർക്കാണ് ഈ കണക്കറിയുക? എന്താണ് ഈ കണക്ക് അവതരിപ്പിച്ച സമയത്ത് പാർട്ടി നടപടിയെടുത്ത് ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് താഴ്ത്തിയപ്പോൾ എന്താണ് ന്യായീകരണം? നോക്കൂ, അകത്തെ പോരാട്ടങ്ങൾ ഫലിക്കാതെ വരുമ്പോഴാണ് ആളുകൾ പുറത്തേക്ക് വരുന്നത്. അകത്തെ പോരാട്ടങ്ങൾ ഫലിക്കാതെ വരുമ്പോഴാണ് ആളുകൾ പുറത്തേക്ക്. അതിന് ചിരിക്കാനൊന്നുമില്ല. അതിനെ സംഭവിച്ചത് അകത്ത് പറയാനുള്ള പറഞ്ഞ കാര്യങ്ങൾ അവിടെ അതുകൊണ്ട് ഗുണമുണ്ടാക്കുന്നില്ല. അത് കാണുമ്പോൾ പുറത്തേക്ക് വരാൻ തീരുമാനിക്കുകയാണെന്നേ. പുറത്തേക്ക് വരാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പുറത്തേക്ക് വന്ന് പിന്തുണ സ്വീകരിക്കുന്നത് ആരുടെയാ? എന്താ പിന്തുണ? നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? എന്ത് ഈ വർത്താനം പറയുന്നത്? ഇന്ത്യ മുന്നണി കേരളത്തിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ അറപ്പും വെറുപ്പും പറയുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഈ വലതു മുന്നണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് BJP-യുടെ വലതു മുന്നണി എന്ന വാദമുണ്ടോ? BJP പോലെയാണോ കോൺഗ്രസ്? BJP പോലെയാണ് കോൺഗ്രസ് എന്ന അഭിപ്രായമുണ്ടോ? BJP-ക്ക് കേരളത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയുടെ മകനെയും ഒരു മുഖ്യമന്ത്രിയുടെ മകളെയും സമ്മാനിച്ച ഒരേ ഒരു പാർട്ടിയുള്ളൂ. ആ പാർട്ടിയുടെ പേര് അതായിക്കോട്ടെ. നോക്കൂ, ഇങ്ങനത്തെ കണക്കുകളൊക്കെ ഓരോ കാര്യത്തിൽ പറയാൻ പറ്റും. നിങ്ങൾക്ക് കണ്ണൂരിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ആകെ കേരളത്തിലേക്ക് രാജ്യത്തേക്ക് മുഴുവൻ കറങ്ങേണ്ട കാര്യമില്ല. ഇന്ന് അമ്പലപ്പുഴയിൽ KPCC ജനറൽ സെക്രട്ടറി രാജിവെച്ചിട്ടുണ്ട്. പേരറിയാമല്ലോ, ജോബ്. അറിയാം. നാളെ ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ പോകാന്നറിയോ? അറിയില്ല. BJP. ആയിക്കോട്ടെ, അങ്ങനെ പോകുന്നൊരു പോട്ടെ. അപ്പൊ വലതുപക്ഷം എന്ന് പറഞ്ഞത് CC മൂന്നൻ എങ്ങടാ പോയത്? CC മൂന്നൻ CPI-യുടെ അടുത്ത ഭാഷ. CC മൂന്നനെ ആരാ പോയി ഫോൺ വിളിച്ച് പാർട്ടിയുടെ പുറത്തേക്ക് വന്നിട്ട് പിന്തുണ തരാമെന്ന് പറഞ്ഞത്? ആയിക്കോട്ടെ, പിന്തുണ വരാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയൊന്നുമല്ല. അദ്ദേഹം ആദ്യമേ പാർട്ടിയുമായി പ്രശ്നത്തിലുണ്ടല്ലോ. BJP-യിലേക്ക് പോകാനിരുന്ന CC മൂന്നൻ ഇല്ലാത്ത പരാതിയാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് പറ്റിച്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഡൽഹിയിൽ പോയി CC BJP നേതാക്കളെ അല്ല, ആയിക്കോട്ടെ, അങ്ങോട്ട് താല്പര്യമില്ല. ആ പാർട്ടിക്ക് താല്പര്യമില്ല. കൈവിടുമ്പോ BJP-യിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ് ഈസ് ആൻ എൻഡ് റൂട്ട് ടു BJP. അയ്യോ, നിങ്ങൾക്ക് രാജേന്ദ്രന്റെ കാര്യത്തിൽ ഒരു വിഷമമില്ല, ഒരു പരാതിയില്ല. പക്ഷെ നമ്മുടെ രാജ്യത്തെ 65 പ്രധാനപ്പെട്ട നേതാക്കളും 7 മുഖ്യമന്ത്രിമാരെയും സംഭാവന ചെയ്ത പാർട്ടിയുടെ BJP-യുടെ 7 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ ഇന്ത്യയിൽ. ആ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്ന.
CPM-ലെ ഏത് മുതിർന്ന നേതാവാ ഒരു BJP നിങ്ങൾക്ക് BJP-യോട് ഇല്ലാത്ത എതിർപ്പും വെറുപ്പും കോൺഗ്രസിനോട് ഉണ്ട് എന്നുള്ളതാണ് അതിലെ നിങ്ങളുടെ തന്ത്രം. പ്രത്യയശാസ്ത്രമൊന്നുമല്ല. നിങ്ങൾ ഈ വലതുപക്ഷം എന്ന് ആവർത്തിച്ച് കോൺഗ്രസിനെ വിളിക്കുമ്പോൾ അപ്പുറത്ത് വലതുപക്ഷമുണ്ട്. ആ വലതുപക്ഷത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പരാതിയുമില്ല. പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരുന്ന മനുഷ്യര് ഒരു സുപ്രഭാതത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിലെ വൈരുദ്ധ്യമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതെങ്ങനെയൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ ശ്രമിച്ചാലും G. സുധാകരൻ അമ്പലപ്പുഴയിൽ ആ വിശദീകരണത്തിൽ ബുദ്ധിമുട്ടുന്നത് കാണാം. അത് പിണറായിയുടെ രാഷ്ട്രീയം മുതൽ KSU സംഘടന രാഷ്ട്രീയം മുതൽ പൊതുവായിട്ട് കോൺഗ്രസ് പിന്തുടരുന്ന രാഷ്ട്രീയത്തിലെ ഓരോ ഘടകങ്ങളെയും ഇവരെങ്ങനെ വിശദീകരിക്കുന്നു എന്ന് കാണാൻ എനിക്ക് കൗതുകമുണ്ട്. എനിക്ക് ഒറ്റ മിനിറ്റ്. അതായത് ഇതിൽ പ്രകടമായ ഒരു സ്ത്രീവിരുദ്ധത ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. അത് ഗോവിന്ദൻ മാസ്റ്റർ PK ശ്യാമളയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ മാത്രമല്ല, ഇന്ന് TK ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ TK ഗോവിന്ദനോട് ഈ KP രമണിയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മുടെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. നോക്കൂ, പാർട്ടി ഘടകങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ത്രീ വേണ്ട എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അതെ, എന്റെ ഭാര്യ മത്സരിക്കേണ്ട എന്ന തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം അത് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മതി, എന്റെ ഭാര്യ വേണ്ട എന്നൊരു കടുത്ത സ്ത്രീ വിരുദ്ധത അദ്ദേഹം പ്രകടമാക്കി എന്നുള്ളതാണ്. പിന്നെ അങ്ങ് പറഞ്ഞതിൽ വേറൊരു കാര്യം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ വന്ന KR ഗൗരിയമ്മയുടെ ഒരു പ്രതികരണം അങ്ങേക്ക് അറിവുള്ളതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. CPM സംസ്ഥാന കമ്മിറ്റി ഒരു കൗരവ സഭയാണ്. 57-ൽ എന്നെ സഖാവ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ ഏറ്റവും അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇതുവരെ മറന്നിട്ടില്ല. EMSന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു. EMSനെ ഞാൻ ആദ്യമായി നമ്പൂതിരിപ്പാടെ എന്ന് വിളിച്ചു എന്ന് പറയുന്നു. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമുണ്ട്. ഇത് KR ഗൗരിയമ്മ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട്, KR ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും, KR ഗൗരിയമ്മയെ കുറിച്ച് അങ്ങ് പറഞ്ഞതുകൊണ്ടും, പക്ഷേ ഈ കാലയളവിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. പക്ഷേ KR ഗൗരിയമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. KR ഗൗരിയമ്മ ഇത് പറഞ്ഞത്, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ, KR ഗൗരിയമ്മ ഇത് പറഞ്ഞ കാലം എന്ന് പറയുന്നത് അവർക്ക് ഏറെ പ്രായമായതിനു ശേഷമാണ്. ആ അനുഭവം അവർക്ക് ഓർമ്മയുണ്ട്. ആ കാലവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് സംശയമുള്ളത് എന്നും ആക്ഷേപമുണ്ട്. അല്ല, മുദ്രാവാക്യം വിളിച്ചതാരാ? ഈ മുദ്രാവാക്യം ഞാൻ പറഞ്ഞത് ജാതി അധിക്ഷേപത്തെ കുറിച്ചാണ്. ആ ജാതി അധിക്ഷേപത്തെ കുറിച്ചാണല്ലോ. ആ ജാതി അധിക്ഷേപം പിന്നീട് പാർട്ടിയിലും ഉണ്ടായെന്ന് പറഞ്ഞത് KR ഗൗരിയമ്മയാണ്. ഗൗരി ചോദ്യയെ വേളി കഴിച്ച റൗഡി തോമസ് സൂക്ഷിച്ചോ എന്നുള്ളതാ. അതിന് ഞാൻ നമ്മൾ ഒരു ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിന് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ഒന്ന് ഇവിടെയും ഞാൻ എന്താ പറഞ്ഞത്, ഗൗരിയമ്മയെ ഒരു ജാതി അധിക്ഷേപം നടത്തി മുദ്രാവാക്യത്തിലൂടെ അധിക്ഷേപിച്ച മുദ്രാവാക്യം വിളിച്ച പാർട്ടി കോൺഗ്രസ് ആണ്. ഇതിന് അഭിപ്രായം ഉണ്ടോ? ഇല്ല, എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അത് CPM-ലും ഉണ്ടായിട്ടുണ്ടെന്നാണ് KR ഗൗരിയമ്മ പറഞ്ഞത്. ഒന്ന്, അത് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്ന വിഷയമാണ്. അതിൽ ഒന്ന് ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് സംസ്ഥാന ആണ്. അതായത് എനിക്ക് തർക്കമൊന്നുമില്ല, കോട്ട് ചെയ്തിരിക്കുന്നത് ഞാനും കണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഡിസ്പ്യൂട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ മുദ്രാവാക്യത്തിന്റെ ഓണർഷിപ്പ് കോൺഗ്രസിലാണ്. അത്രേ ഉള്ളൂ, CPM-നല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ കാലം വന്ന് വിളിച്ചിട്ടും എന്ന് പറയുന്ന മുദ്രാവാക്യം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് സച്ചിദാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ മിനിറ്റ് സാർ, VS സച്ചിദാനന്ദനാണ് പറഞ്ഞിട്ടുള്ളത്. TK ഹംസ അടക്കമുള്ളവർ ആ മുദ്രാവാക്യം വിളിച്ചവരാണ്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ചവരെ പിന്നെ പാർട്ടിയിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇതൊക്കെ കാലഗണന അനുസരിച്ച് ഈ പിന്നെ EMSന്റെ മകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ള വാദം. അല്ല, ആ വാദം അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതിനേക്കാളും ഭേദം ഗൗരിയമ്മ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ആ സമയത്ത് അവർ ഒന്നിച്ചില്ല എന്നുള്ള പ്രശ്നം പറയും. അതോടൊപ്പം അവരിത് പറയുന്നത് ഏറെ അവർക്ക് പ്രായമായതിനു ശേഷമാണ്. ആ കാലഗണനയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രശ്നം. അങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല എന്നുമുണ്ട്. ഒന്നാമത്തെ കാര്യം, കണ്ണൂരിലെ പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അതിങ്ങനെ വിപുലപ്പെടുത്തി കേരളമാകെ വ്യാപിപ്പിക്കുകയും വേറെ തരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇങ്ങനെയല്ല, ഇത് ഈ വിഷയത്തിലേക്ക് ഒരു സമയത്തും വിഷയത്തിൽ നിൽക്കില്ല. വിഷയത്തിൽ നിന്ന് ചാടി അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അതിനു മുന്നേ അങ്ങനെ പറഞ്ഞില്ലേ, ആ വർഷം അത് പറഞ്ഞില്ലേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അല്ല, ഞാൻ കണ്ണൂരിൽ ചർച്ച ചെയ്യൂ. കണ്ണൂരിനകത്തെ പ്രശ്നത്തെ രണ്ട് നേതാക്കൾ പുറത്തു വന്നു. മുൻ KPCC അധ്യക്ഷന് സീറ്റ് കൊടുക്കണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ തീരുമാനമാവാതിരിക്കുന്ന പാർട്ടിയാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കോൺഗ്രസിന് CPM-നകത്തെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സുധാകരൻ ദിവസം എടുത്ത് ചർച്ച ചെയ്തല്ലേ, കഴിഞ്ഞ ദിവസം 2 ദിവസം ചർച്ച ചെയ്തു. അപ്പൊ CPM-ന് ചർച്ച വന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ആ വിഷയത്തിൽ നല്ലോണം അറിയാം. കോൺഗ്രസിന്റെ പിന്തുണയല്ലേ TK ഗോവിന്ദൻ സ്വീകരിച്ചത്? അതിനെന്താണ്? Meet the editors.